ശ്രീമന്നാരായണീയം പഠന പരമ്പര ശ്ലോകം 6 പാർട്ട് 2 ആയിട്ടാണ്, 2 പാർട്ടായിട്ടാണ് എടുക്കുന്നത്. ആദ്യത്തെ പാട്ട് കഴിഞ്ഞു, 4, 5 ഒരു പാർട്ട് എടുത്തു. ഇനി രണ്ടാമത്തെ പാട്ട് ശ്ലോകം 6. ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അഥോദ്വഹന്നാത്മരതാശയോപി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ക്ഷിതീശോ ഭരതോഗ്രജന്മാ. ജിതേന്ദ്ര ദത്താം കമനീം ജയന്തീം അഥഹ അഥഹ എന്ന് പറഞ്ഞാൽ അനന്തരം ഉദ്വഹന് ആത്മരതാശയ അപി അജീജനത് തത്ര ശതം തനൂജാൻ യേഷാം ക്ഷിതീശഃ ഭരതഃ അഗ്രജന്മ. ഇതാണ് വാക്കുകൾ. ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അഥോദ്വഹന്നാത്മരതാശയോപി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ക്ഷിതീശോ ഭരതോഗ്രജന്മാ. ജിതേന്ദ്രദത്താം, ജിതേന്ദ്രനായ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ജയിച്ചു, ഭഗവാനോട് തോറ്റ ഇന്ദ്രൻ, അതാണ് ജിതേന്ദ്രൻ. ജയിക്കപ്പെട്ട, ഭഗവാൻ ജയിച്ചു, ഇന്ദ്രൻ തോറ്റു. അപ്പോൾ ഭഗവാനോട് അല്ലെങ്കിൽ പരാജിതനായ ഇന്ദ്രൻ ഭഗവാനോട് ബന്ധം കൂടാനായിട്ട് എന്താ ചെയ്തത്? പിന്നെ അനന്തരം കമനീം ജയന്തി, കമനീം എന്ന് പറഞ്ഞാൽ സുന്ദരിയായ ജയന്തി എന്ന് പറയുന്ന ഇന്ദ്രന് 2 മക്കളുണ്ട്, ജയന്തനും ജയന്തിയും 2. അതിൽ ആ ജയന്തി എന്ന മകളെ, ഇന്ദ്രൻ്റെ മകളാണ് ജയന്തി, നല്ല സുന്ദരിയായ ആ ജയന്തി എന്ന പുത്രിയെ, സഹോദരനോ ജയന്തൻ, ഇത് ജയന്തി, ആ തൻ്റെ പുത്രിയായ ജയന്തിയെ ഉദ്വഹൻ എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്തു കൊടുക്കുന്നതിനെയാണ് ഉദ്വഹൻ വിവാഹം ചെയ്ത് ദത്ത എന്ന് പറഞ്ഞാൽ കൊടുത്തു, വിവാഹം ചെയ്തു കൊടുത്തു. ആത്മരതാശയോപി, ആത്മരതാശയെന്ന് പറഞ്ഞാൽ പൂർണ്ണ തൃപ്തനായിരുന്നിട്ടും, ഗൃഹസ്ഥാശ്രമം ഒന്നും ഋഷഭ ഭഗവാൻ ആവശ്യമുണ്ടായിരുന്നില്ല. ഋഷഭ ഭഗവാനിൽ തന്നെ മനസ്സർപ്പിച്ച് വൈരാഗ്യമായ ഭഗവാനാണ്. അപ്പം അദ്ദേഹത്തിന് ആവശ്യമില്ല കുടുംബമോ മക്കളോ ഒന്നും വേണ്ടായിരുന്നു. അതാണ് പൂർണ്ണ തൃപ്തനായിരുന്നിട്ടും എന്ന് ആത്മരതാശയോപി എന്നതിൻ്റെ അർത്ഥം. ആശകളൊന്നും ഇല്ലാതിരുന്നിട്ടും, ഒരാഗ്രഹവും ഇല്ലാതിരുന്നിട്ടും അജീജനത് ജനിപ്പിച്ചു, തത്ര അവളിൽ ജനിപ്പിച്ചു, ശതം 100, തനൂജാൻ ബഹുവചനം, മക്കളെ ജനിപ്പിച്ചു. എത്ര മക്കളെ? 100 മക്കളെ ജനിപ്പിച്ചു. യേഷാം അവരിൽ ക്ഷിതീശഃ, ക്ഷിതി എന്ന് പറഞ്ഞാൽ ഭൂമി, ഈശൻ എന്ന് പറഞ്ഞാൽ രാജാവ് അല്ലെങ്കിൽ ഭരിക്കുന്നവൻ. അപ്പോൾ ക്ഷിതീശൻ രാജാവ്. ഭരതഃ അഗ്രജന്മം, അഗ്രൻ എന്ന് പറഞ്ഞാലേ ഒന്നാമത്തേത്, ആദ്യത്തേത്. ജന്മ എന്ന് പറഞ്ഞാൽ ആദ്യം ജനിച്ചവൻ എന്നർത്ഥം. ആദ്യം ജനിച്ചവനായ ഭരതനെ രാജാവായി അഭിഷേകവും ചെയ്തു. അപ്പം ജിതേന്ദ്രൻ ജയിക്കപ്പെട്ട, ഇന്ദ്രനാൽ ജയിക്കപ്പെട്ടു ഭഗവാൻ, ഋഷഭ ഭഗവാൻ. അപ്പം പരാജയപ്പെട്ട ഇന്ദ്രൻ തൻ്റെ സുന്ദരിയായ മകളെ ജയന്തിയെ ഭഗവാന് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോൾ പൂർണ്ണ തൃപ്തനായിരുന്നിട്ടും ഒരാഗ്രഹവും ഇല്ലാതെ ഇരുന്നിട്ടും അദ്ദേഹം ആ ജയന്തിയെ സ്വീകരിച്ചു. എന്നിട്ടോ അവളിൽ 100 പുത്രന്മാരെ ജനിപ്പിച്ചു. എന്നിട്ട് അതിൽ ഏറ്റവും ആദ്യം ജനിച്ച മകനായ ഭരതന്
ഭരതനെ രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു, രാജാവാക്കി തീർക്കുകയും ചെയ്തു. ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അഥോദ്വഹന്നാശരത്തെ ആത്മരഥശയോപി. അതായത് ഈ ആഗ്രഹമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഭഗവാന് വൈരാഗ്യമാണ് അല്ലേ. ഭഗവാൻ പൂർണ്ണ തൃപ്തനാണ്, ഒന്നും ആവശ്യമില്ല, ഒന്നും ആഗ്രഹവും ഇല്ല. എന്നിട്ടും ഈ ജയന്തിയെ ഇന്ദ്രൻ കൊടുത്തപ്പോൾ സ്വീകരിച്ചു, ഭഗവാൻ സ്വീകരിച്ച് അവളിൽ 100 മക്കളുണ്ടായി എന്നർത്ഥം. എന്നിട്ട് മൂത്ത മകനായ ഭരതന് രാജ്യഭാരവും കൊടുത്തു. അപ്പോൾ ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അഥോദ്വന്ന അഹന്നാത്മരഥാശയോപി. പൂർണ്ണ തൃപ്തനായിരുന്നിട്ടും എന്നർത്ഥം. അജീജനസ്തത്ര, അജീജനത് തത്ര, അജീജനത് ജനിപ്പിച്ചു, തത്ര അവളിൽ 100 ശതം ധനൂജാൻ യേഷാം ക്ഷിതീശോ ഭരതോഗ്രജന്മ. അനന്തരം അങ്ങയുടെ ബലവീര്യ പരാക്രമങ്ങളാൽ പരാജയപ്പെട്ട ഇന്ദ്രൻ സ്വപുത്രിയായ ജയന്തി എന്ന കന്യകയെ അങ്ങയ്ക്ക് ഭാര്യയായി തന്നു. അങ്ങ് സ്വന്തം ആത്മാവിൽ തന്നെ ലീനമായ മനസ്സോടെ വർത്തിച്ചിരുന്നുവെങ്കിലും അവളെ സ്വീകരിക്കുകയും 100 പുത്രന്മാരെ ജനിപ്പിക്കുകയും ചെയ്തു. അവരിൽ ജ്യേഷ്ഠനായ ഭരതൻ രാജാവായി ഭവിച്ചു എന്ന അർത്ഥം. ഇനി ഒരു പ്രാവശ്യം കൂടെ ഓരോ ശ്ലോകം ഒന്നുകൂടെ വായിച്ചിട്ട് ഓരോ പ്രാവശ്യം കൂടെ അർത്ഥം പറഞ്ഞു പോകാം. ത്വയി ത്രിലോകീ ഭൃതിരാജ്യഭാരം നിധായ നാഭി സഹമേരുദേവ്യാ തപോവനം പ്രാപ്യ ഭവൻ നിഷേവി ഗതക്കിലാനന്ദപദം പദം തേ. ത്രിലോകപതിയായിരിക്കുന്ന അങ്ങയിൽ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് നാഭിരാജാവ് ഭാര്യയായ മേരുദേവിയോടുകൂടി തപോവനത്തിൽ പോയി ഭഗവത് ഭക്തിയിൽ ലീനമായ മനസ്സോടെ തപസ്സനുഷ്ഠിച്ച് പരമാനന്ദ സ്ഥാനമായ വൈകുണ്ഠപദം പ്രാപിച്ചത്രേ എന്ന് 4-ാമത്തെ ശ്ലോകം. 5-ാമത്തെ ശ്ലോകം. ഇന്ദ്രസ്ത്വദുൽക്കർഷകൃതാദമർഷാദ് വവർഷനാസ്മിന്ന ജനാപവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേനദ്വ്യതഥാ സുവർഷം. ഏനത് വ്യതഥാ സുവർഷം. അങ്ങയുടെ അഭ്യുന്നതിയിൽ അസൂയാലുവായ അല്ലെങ്കിൽ സ്പർദ്ധാലുവായ ഇന്ദ്രൻ അങ്ങയുടെ രാജ്യമായ അജനാഭവർഷത്തിൽ മഴ പെയ്യിച്ചില്ല. അപ്പോൾ അങ്ങ് സ്വന്തം യോഗമായയാൽ രാജ്യത്ത് സമൃദ്ധമായ മഴ പെയ്യിച്ചു. എത്ര വേണോ അത്രയും മഴയെ കൊടുത്തു. ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അഥോദ്വഹൻ ആത്മരഥാശയോപി അജീജനസ്തത്ര 100 തനൂജാൻ യേഷാം ക്ഷിതീശോ ഭരതോഗ്രജന്മ. അനന്തരം അങ്ങയുടെ ബലവീര്യ പരാക്രമങ്ങളാൽ പരാജയപ്പെട്ട ഇന്ദ്രൻ സ്വപുത്രിയായ ജയന്തി എന്ന കന്യകയെ അങ്ങയ്ക്ക് ഭാര്യയായി തന്നു. അങ്ങ് സ്വന്തം ആത്മാവിൽ തന്നെ ലീനമായ മനസ്സോടെ വർത്തിച്ചിരുന്നുവെങ്കിലും അവളെ സ്വീകരിക്കുകയും 100 പുത്രന്മാരെ ജനിപ്പിക്കുകയും ചെയ്തു. അവരിൽ ജ്യേഷ്ഠനായ ഭരതൻ രാജാവായി ഭവിച്ചു. ഇവിടെ ഇനി ഒന്നിച്ച് വായിക്കേണ്ടത് പുസ്തകങ്ങളിൽ വ്യത്യസ്തമായിട്ട് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ വിസർഗം ഇട്ട് വായിച്ചാൽ എങ്ങനെ, വിസർഗമില്ലാതെ വായിച്ചാൽ എങ്ങനെയാണെന്ന് പറയാം. ഇവിടെ ത്വയി ത്രിലോകീഭൃതി രാജ്യഭാരം നിധായ, അവിടെ അത് ഒന്നിച്ചല്ല, അത് വേറെ വേറെ ആയിട്ട് വായിക്കാം. ഭൃതി രാജ്യഭാരം അവിടെ പിരിക്കാനോ അല്ലെങ്കിൽ ഇല്ല, എല്ലാം അങ്ങനെ തന്നെ. ത്വയി ത്രിലോകീ ഭൃതി രാജ്യഭാരം നിധായ നാഭി സഹമേരുദേവ്യ തപോവനം പ്രാപ്യ ഭവൻ നിഷേവി ഗതക്കിലാനന്ദ പദം പദം തേ, അങ്ങനെ തന്നെ വായിക്കാം. അടുത്തതിൽ ഇന്ദ്രസ്തുൽക്കർഷകൃതാദമർഷാദ് വവർഷ, അവിടെ അർഷാദ് വവർഷ എന്ന്
അത് എങ്ങനെയാകും? കർഷകൃതാദമർഷാദ്വവർഷ, ദ്വ വരും അവിടെ. ഇന്ദ്രസ്ത്വതുൽകർഷകൃതാദമർഷാദ്വവർഷ, ദ്വവർഷാന്ന്. നാസ്മിന്നജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേന ദ്വ്യതഥാ സുവർഷം. ഏനത് വ്യതഥ ഒന്നിച്ചാവുമ്പം ഏനദ്വ്യതഥ, ദൂവായും ഈയായും കൂടെ വരും. അതുപോലെ ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അധോദ്വഹന്ന, ഒന്നിച്ചാണെങ്കിൽ അവിടെ മാ വരും. ജയന്തീം മഥോദ്വ, അപ്പം ജയന്തീം മഥോദ്വ എന്ന് വായിക്കാൻ പാടില്ല. കമനീം ജയന്തീം അധോദ്വഹന്നാത്മരഥാശയോപി എന്നൊന്നിച്ചാണെങ്കിൽ മാ വരും അവിടെ. ഒന്നിച്ച് തന്നെ വായിക്കണം. ജയന്തീം അധോദ്വഹന്നാത്മ രഥാശയോപി എന്ന്. അല്ലെങ്കിൽ ജയന്തീം അധോദ്വഹന്നാത്മ ആ വരും അവിടെ. അപ്പോൾ എങ്ങനെ വായിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതുപോലെ അടുത്ത ഇതിലും അജീജനസ്തത്ര ശതം തനൂജാനേഷാം, തനൂജാനേഷാം നേ വരും. അല്ലെങ്കിൽ തനൂജാന് യേഷാം എന്ന് വേറെ വേറെ വായിക്കാം. ഇനി ആറാമത്തെ ശ്ലോകത്തിൽ അത്രയേ ഉള്ളൂ, പിരിച്ച് പറയാനുള്ള അത്രയേ ഉള്ളൂ. ഇനി 3 ശ്ലോകവും കൂടി ഒരു പ്രാവശ്യവും കൂടി വായിച്ചു തരാം. അപ്പോൾ എല്ലാ വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ. തൊയ് എന്ന് പറഞ്ഞാൽ അങ്ങയിൽ ത്രിലോകി ഭൃതി 3 ലോകങ്ങളെയും ഭരിക്കുന്നവൻ, രാജ്യഭാരം രാജ്യത്തിൻ്റെ ഭാരം മുഴുവൻ നിധായ ഏൽപ്പിച്ചിട്ട്, നാഭിഹി നാഭി എന്ന് പറയുന്ന രാജാവ്, സഹ സഹ എന്ന കൂടി, ആരോടുകൂടി? മേരുദേവിയോടുകൂടി. മേരുദേവി ആ നാഭി ഭഗവാന്റെ നാഭി രാജാവിൻ്റെ ഭാര്യയാണ്. തപോവനം പ്രാപ്യ, തപോവനം തപസ് ചെയ്യാനുള്ള വനത്തിലേക്ക് പ്രാപ്യ പോയി ചെന്ന് അല്ലെങ്കിൽ പ്രാപിച്ചിട്ട്, ഭവത് അങ്ങയിൽ നിഷേവി അങ്ങയിൽ മനസ്സ് അർപ്പിച്ച് സേവിക്കാനായി, അങ്ങയെ സേവിക്കാനായി തപോവനത്തിൽ ചെന്നു. ഗതഹ, ഗതഹ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു എന്നർത്ഥം. എന്ത് പ്രാപിച്ചു? ആനന്ദപദം. പദം തേ, തേ പദം ആനന്ദപദം. അങ്ങയുടെ പദമായ ആ ആനന്ദപദത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ വൈകുണ്ഠം പ്രാപിച്ചു എന്നർത്ഥം. അങ്ങയുടെ പാദപ്രാപ്തിയിൽ ഇതായി, അങ്ങയുടെ പാദത്തെ പ്രാപിച്ചു. ഇനി കില എന്നുള്ളതിന് അത്രേ പ്രാപിച്ചു, അത്രേ. അല്ലയോ ഗുരുവായൂരപ്പ, ആ നാഭി എന്ന രാജാവ് തൻ്റെ ഭാര്യയോടുകൂടി രാജ്യഭാരം മുഴുവൻ അങ്ങയിൽ സമർപ്പിച്ച് അങ്ങയോടുള്ള ഭക്തി കൊണ്ട് വ്രതമനുഷ്ഠിക്കാനായി തപോവനത്തിലേക്ക് പോയി. അവിടെ ചെന്ന് തപസ്സനുഷ്ഠിച്ച് അങ്ങയുടെ പദമായ ആ ഉന്നത പദമായ ആത്മപദത്തിലേക്ക്, അതായത് പരമപദത്തിലേക്ക്, മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് പോയി എന്നർത്ഥം. ആ വൈകുണ്ഠത്തെ പ്രാപിച്ചു എന്നർത്ഥം. ഇന്ദ്രഹ ത്വത് ഉൽക്കർഷ, ഇന്ദ്രസ്ത്വതുൽക്കർഷ ഒന്നിച്ച്. ഇന്ദ്രഹ ഇന്ദ്രൻ ത്വതുൽക്കർഷ അങ്ങയുടെ ഉൽക്കർഷണത്തിൽ, അങ്ങയുടെ അത്യുന്നതയിൽ അല്ലെങ്കിൽ അങ്ങയുടെ ഉയർച്ചയിൽ പ്രശസ്തിയിൽ അസൂയ അല്ലെങ്കിൽ സ്പർദ്ധ തോന്നിയിട്ട്, കൃതാതെന്ന് പറഞ്ഞാൽ ചെയ്തിട്ട് സ്പർദ്ധ തോന്നിയിട്ട്, അമർഷാദ അമർഷം കൊണ്ട്, കോപം കൊണ്ട്, നാവവർഷ വർഷം മഴയാണ്. നാവവർഷ എന്ന് പറഞ്ഞാൽ മഴയെ പെയ്യിച്ചില്ല. അസ്മിന് ഈ അജനാഭവർഷത്തിൽ, അജനാഭവർഷം ഭാരതവർഷം, പിന്നെ അതെല്ലാം പിരിഞ്ഞ് ഇത് ഓരോ ഇതായി മാറി. അപ്പം ഇവിടെ ഭൂഖണ്ഡം എന്ന് പറയാം ഭാരതവർഷത്തെ. ഉപഭൂഖണ്ഡത്തിലേക്ക് ആ ഉപഭൂഖണ്ഡത്തിൽ
ഭാരതവർഷത്തിൽ മഴ പെയ്യിച്ചില്ല ഇന്ദ്രൻ. മഴയുടെ രാജാവ് ഇന്ദ്രനാണ്. മഴ പെയ്യിക്കുന്നത് ഇന്ദ്രൻ്റെ ജോലിയാണ്. അതിൻ്റെ താക്കോൽ ഇന്ദ്രൻ്റെ കയ്യിലാണ്. അപ്പം മഴ പെയ്യിച്ചില്ല. ഭഗവാനോടുള്ള ആ ദേഷ്യം കൊണ്ട്, കോപം കൊണ്ട്, സ്പർദ്ധ കൊണ്ട്. തൻ്റെ മുകളിൽ ആരും വരാൻ പാടില്ല, താനാണ് ഏറ്റവും മുകളിൽ വേണ്ടത് എന്നാണ് ഇന്ദ്രൻ്റെ ഇത്. യഥാ തഥാ എപ്പോഴാണോ ആ ഇന്ദ്രൻ അജനാഭവർഷത്തിൽ മഴ പെയ്യിക്കാതിരുന്നത്, അപ്പോൾ തഥ എന്ന് പറഞ്ഞാൽ അപ്പോൾ ത്വം അങ്ങ് ആ ഋഷഭരാജാവ് എന്തു ചെയ്തു? നിജയോഗശക്തിയ അങ്ങയുടെ തന്നെ യോഗശക്തി കൊണ്ട് സ്വവർഷം നല്ല മഴയെ ഏനത് വ്യദധാഹ സുവർഷം എന്ന് പറഞ്ഞാൽ നല്ല മഴയെ പെയ്യിച്ചു. അങ്ങനെ ജയിക്കപ്പെട്ട ഇന്ദ്രനാൽ അടുത്ത ഇതിൽ ഇന്ദ്രനാൽ നൽകപ്പെട്ട സ്വന്തം മകളെ കൊടുത്ത് അവിടെ ബന്ധുവാകാൻ നോക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. ജിതേന്ദ്രദത്താം കമനീം ജയന്തീം. ജിതേന്ദ്രൻ ജയിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ട ഇന്ദ്രൻ. ആരാൽ പരാജയപ്പെട്ടു? ഭഗവാൻ ഋഷഭ ഭഗവാനോട് തോറ്റ പരാജയപ്പെട്ട ആ ഇന്ദ്രൻ ദത്ത കൊടുത്തു. എന്തു കൊടുത്തു? കമനീം ജയന്തി, സുന്ദരിയായ തൻ്റെ മകളായ ജയന്തിയെ അഥക ഉദ്വഹ അനന്തരം ഉദ്വഹൻ എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്തു കൊടുത്തു. ആത്മരതാശയോപി ആത്മരതാശയ ആത്മാവിൽ ഈ ഗൃഹസ്ഥാശ്രമത്തോടെ ഒന്നിനോട് യാതൊരു ഒരു ആഗ്രഹവുമില്ല. പിന്നെ ഋഷഭൻ ഭഗവാനാണല്ലോ. അപ്പം ഈ അജനാഭ വർഷത്തിൽ എപ്പോഴാണോ മഴ പെയ്യാതെ ഇരുന്നത്, അപ്പോൾ തൻ്റെ യോഗശക്തി കൊണ്ട്, നിജയോഗശക്തിയാണ്, തൻ്റെ തന്നെ യോഗശക്തി കൊണ്ട് സ്വവർഷം ഏനദ്വ്യതഥാഹ സുവർഷം നല്ല മഴയെ, ആവശ്യത്തിനുള്ള മഴയെ പെയ്യിച്ചു. ഋഷഭ ഭഗവാൻ മഴയെ പെയ്യിച്ചു എന്ന് അർത്ഥം. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? ഇന്ദ്രൻ മഴ പെയ്യിക്കാതിരുന്നപ്പോൾ തൻ്റെ യോഗശക്തി കൊണ്ട് ഭഗവാൻ തന്നെ അജനാഭവർഷത്തിൽ മഴ പെയ്യിച്ചു. ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അധോദ്വഹൻ ആത്മരഥാശയോപി. ജിതേന്ദ്രനാൽ നൽകപ്പെട്ട, പരാജയപ്പെട്ട ഇന്ദ്രനാൽ നൽകപ്പെട്ട തൻ്റെ മകളായ സുന്ദരിയായ പുത്രിയായ ജയന്തിയെ അധഹ ഉദ്വഹന് അനന്തരം വിവാഹം ചെയ്തു കൊടുത്തു. ആ പൂർണ്ണ തൃപ്തനായിരുന്ന ഭഗവാന്. പൂർണ്ണതൃപ്തൻ ഇവിടെ ആത്മരഥാശ എന്ന് പറഞ്ഞത് വൈരാഗ്യമായ ഭഗവാന് ഒന്നിൻ്റെ ആവശ്യമില്ല. ഗൃഹസ്ഥാശ്രമമോ മക്കളോ ഭാര്യയോ ഒന്നും ആവശ്യമില്ല. ഒന്നും ആവശ്യമില്ലാതെ ഇരുന്നിട്ടും, ആഗ്രഹങ്ങളൊന്നുമില്ലാതെ ഇരുന്നിട്ടും ആ ഭഗവാൻ അവളെ സ്വീകരിച്ചു, ജയന്തിയെ. ഇന്ദ്രന് 2 മക്കളാണ്, ജയന്തിയും ജയന്തനും. ഈ ജയന്തനാണ് പണ്ട് ശ്രീരാമാവതാരത്തിൽ സീതയുടെ കാലിൽ കുത്തിയതും പിന്നെ ശ്രീരാമൻ ശപിച്ചതും പമ്പ ഇതൊരു കണ്ണ് പൊട്ടിച്ചതൊക്കെ. ജയന്തൻ, ഇന്ദ്രൻ്റെ മകൻ. അങ്ങനെ ജയന്തി എന്ന സുന്ദരിയായ തൻ്റെ മകളെ കൊടുത്ത് മകളെ കല്യാണം കഴിച്ചു കൊടുത്തു ഋഷഭ ഭഗവാന്. അപ്പം മനസ്സിൽ വേറെ ഒരു ഇതും ഇല്ലാതെ ഇരുന്നിട്ടും ജയന്തിയെ ഭഗവാൻ ഏറ്റെടുത്തു. അനന്തരം ഉദ്വഹന് ആത്മരഥ അജീജനസ്. അപ്പോൾ വേണ്ടാതിരുന്നിട്ടും അല്ലെങ്കിൽ തൃപ്തി ഇല്ലാതെ, അതായത് പൂർണ്ണ തൃപ്തനായ ആ ഋഷഭ മഹാരാജാവ് എന്തു ചെയ്തു? തൻ്റെ മകളായ ജയന്തിയെ കൊടുത്തു. എന്നിട്ട്
ജയന്തിയെ വിവാഹം ചെയ്തു കൊടുത്തു. എന്നിട്ട് ആ മകളിൽ അജീജനത് ശതം തനൂജ 100 പുത്രന്മാരെ ജനിപ്പിച്ചു. യേഷാം അവരിൽ ക്ഷിതീശഃ ഭരതഃ ഉഗ്രജന്മ. അതിൽ ആ മക്കളിൽ മൂത്തവനായ അഗ്രജന്മ, അഗ്രം എന്ന് പറഞ്ഞാൽ മുമ്പിൽ, ജന്മ എന്ന് പറഞ്ഞാൽ ജനിച്ചത്. അപ്പം ആദ്യം ജനിച്ചവനായ ആദ്യം ജനിച്ചവനായ ഭരതന് രാജ്യത്തെ ഏൽപ്പിച്ചു, രാജ്യം കൊടുത്തു, രാജാവായി അഭിഷേകവും ചെയ്തു. ത്വയി ത്രിലോകീ ഭൃതി രാജ്യഭാരം നിധായ നാഭീ സഹമേരുദേവ്യ തപോവനം പ്രാപ്യ ഭവൻ നിഷേവി ഗതക്കിലാനന്ദപദം പദം തേ ഇന്ദ്രസ്തുതുൽകർഷഹിതാദമർഷാത് വവർഷനാസ്മിന്ന ജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേനദ്വതഥാ സുവർഷം ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അഥോദ്വഹന്നാത്മരഥാശയോപി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ക്ഷിതീശോ വരദോഗ്രജന്മ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം നാരായണ. ഓം തത്സത്.